റഷ്യൻ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ഇടപെടലിലൂടെ തന്നെ ഉപരോധങ്ങൾ തുടർന്നുകൊണ്ട് കടലിൽ കുടുങ്ങിയ റഷ്യൻ എണ്ണക്കപ്പലുകളെ വളരെ സുരക്ഷിതമായ രീതിയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. അമേരിക്കയുടെ കടുത്ത നിലപാടുകൾക്ക് ശക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് മോദി ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. കാരണം സമീപ ദിവസങ്ങളിൽ സംഘർഷം മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം കടന്നു പോകുന്നത്. ഇറാൻ ആകട്ടെ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ എണ്ണ വ്യാപാരം പോലും മിക്ക രാജ്യങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരികയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതും. ഈ അവസരത്തിലാണ് കടലിൽ കുടുങ്ങിയ റഷ്യൻ എണ്ണ കപ്പലുകളെ സ്വീകരിക്കുന്നതിനായി തന്നെ ഇന്ത്യക്ക് 30 ദിവസത്തെ പ്രത്യേക ഇളവ് അമേരിക്ക അനുവദിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായി തന്നെ മോദിയുടെ നയതന്ത്ര ഇടപെടൽ തന്നെയാണ്. അതേസമയം യുക്രൈൻ അധിനിവേശത്തെ തുടർന്നുകൊണ്ട് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ കർശന ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ മാസങ്ങളായി സമുദ്രമധ്യത്തിൽ നങ്കൂരമിട്ടിരുന്ന ദശലക്ഷക്കണക്കിന് ബാരൽ വരുന്ന എണ്ണ വൈകാതെ തന്നെ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തും. സമുദ്രമധ്യത്തിൽ തന്നെ കുടുങ്ങിയ റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഇൻഷുറൻസും പണമടയ്ക്കാനുള്ള തടസ്സങ്ങളും കാരണം ചരക്കിറക്കാൻ ഇതുവരെയും സാധിച്ചിരുന്നില്ല. എന്നാൽ മോദി സർക്കാർ നടത്തിയ ശക്തമായ നയതന്ത്ര ഇടപെടൽക്കൊടുവിൽ തന്നെയാണ് മാനുഷികവും സാമ്പത്തികപരവുമായ നീക്കങ്ങൾ കാരണങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് 30 ദിവസത്തെ വിൻഡോ US അധികൃതർ അനുവദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ ചരക്കുകൾ വലിയ രീതിയിൽ അവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ ഈ തീരുമാനത്തിന് ഈ ഇളവ് വലിയ കരുത്തായി മാറുന്നതും. റഷ്യയുടെ പ്രമുഖ എണ്ണ കമ്പനികളായ നോസ്ഫെറ്റും അതുപോലെ തന്നെ ഗാസ്പ്രോമും ആകട്ടെ അത് അയച്ച കപ്പലുകളാണ് നിലവിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഉപരോധം ലംഘിക്കാതെ തന്നെ എങ്ങനെ കയറ്റുമതി ചെയ്യുവാനും എന്ന കാര്യങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും പെട്രോളിയം മന്ത്രാലയവും അവിടെ നിരന്തരമായി തന്നെ ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ഇന്ത്യയുടെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുവാനും ആഭ്യന്തര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതും അത് തടയുവാനും സഹായിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുമ്പോഴും അമേരിക്കയുമായുള്ള നയതന്ത്ര സൗഹൃദ ബന്ധം അത് ദൃഢമായി തന്നെ നിലനിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ ചരിത്രപരമായ തീരുമാനം സൂചിപ്പിക്കുന്നത്. ഇറാൻ കപ്പലിനെ സഹായിച്ചതിന് പിന്നാലെ തന്നെ ഊർജ്ജ മേഖലയിലും ഇന്ത്യ നടത്തുന്ന ആ ഒരു നീക്കങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയാകാൻ വഴിവെച്ചിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ റഷ്യൻ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്ന കപ്പലുകൾക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകുകയും എന്നാൽ ഇറാൻ ഇസ്രായേൽ വിഷയം ഇതിൽ കൂടുതലായി പോലും ബാധിക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ കൈമാറി അല്ലെങ്കിൽ മുൻനിർത്തി മുന്നേക്ക് പോകുന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.